നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും. വിവേകാനന്ദ പാറയിലാണ് 2 ദിവസത്തെ ധ്യാനമെന്ന് സൂചന. അദ്ദേഹം 2019 കേദാർനാഥിൽ ധ്യാനമിരുന്നിരുന്നു. മെയ് 30-നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരത്തെത്തിയ ശേഷമാകും പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് തിരിക്കുക. കന്യാകുമാരിയിലേക്കുള്ള യാത്രയുടെ ഭാഗമായാണ് അദ്ദേഹം തലസ്ഥാനത്ത് എത്തുന്നത്. വൈകിട്ട് 3:35-ന് വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് വിവേകാനന്ദ കേന്ദ്രവും വിവേകാനന്ദ പാറയും പ്രധാനമന്ത്രി സന്ദർശിക്കുക. ജൂൺ 1-ന് ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. 2019 കേദാർനാഥിലെ ഗുഹയിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരുന്നത്. രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തവണ മോദി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേദാർനാഥിലെ രുദ്രധ്യാന ഗുഹയിലാണ് അദ്ദേഹം അന്ന് 15 മണിക്കൂറോളം ചെലവഴിച്ചത്. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് വാർത്താ പ്രാധാന്യം ലഭിച്ച ശേഷം ഇവിടെ ധ്യാനമിരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചിരുന്നത്. ഇതിനുശേഷം സംസ്ഥാന സർക്കാർ 3 ധ്യാന ഗുഹകൾ കേദാർനാഥിൽ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ധ്യാനകേന്ദ്രം നിർമ്മിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിരുന്നു. ഇതിനായി സ്ഥലം കണ്ടെത്തി ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകാൻ രുദ്രപ്രയാഗ് ജില്ലാ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടു. കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ധ്യാന കേന്ദ്രത്തിന് സമീപമാണ് ജാഗേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അൽമോറയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ജാഗേശ്വർ ക്ഷേത്രം. ഇതിന്റെ ചുറ്റുപാടും 7 മുതൽ 14-ാം നൂറ്റാണ്ട് വരെ പഴക്കം ചെന്ന 124 ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.